ബലരാമേട്ടാ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. എന്നാ പിന്നെ മോളും അങ്ങ് വാ, ഞങ്ങളൂടെ വാ. ഞാൻ എങ്ങോട്ട് വരാൻ? നമ്മുടെ വീട്ടിലേക്ക്. ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എല്ലാം റെഡിയാക്കി വെക്കണ്ടേ? ഞാനൊന്നും വരുന്നില്ല. പിന്നെ ആശ്രമക്കാര് നിന്നെ കൂടെ ജപ്തി ചെയ്തോണ്ട് പോട്ടെന്നോ? അതല്ലുമ്മ, ഈ വീട്ടിൽ ആദ്യം കേറി വന്ന മരുമോള് ഞാനാ. ഈ വീട്ടിൽ നിന്ന് അവസാനം ഇറങ്ങുന്ന ആളും ഞാൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഉമ്മ. എന്നാ പിന്നെ അവിടെ തീരുമാനം എന്താന്ന് വെച്ചാൽ അതുപോലെ നടക്കട്ടെ. അതെ അപ്പുണ്ണി, അപ്പുണ്ണി, നന്ദിനിയുടെ രമണിയുടെയും കാര്യം ഓർത്ത് അപ്പുണ്ണി വിഷമിക്കണ്ട. അവരെ എന്തായാലും അപ്പുണ്ണിക്ക് നഷ്ടപ്പെടത്തില്ല. ആശ്രമക്കാരെ ജപ്തി ചെയ്യാൻ വരുന്നതിൻ്റെ തലേദിവസം രാത്രി നമുക്കൊരു വണ്ടി വിളിച്ചോണ്ടെങ്കിൽ വരാം. എന്നിട്ട് ഈ നന്ദിനിയെ രമണിയെ അത് കയറ്റിക്കൊണ്ടങ്ങ് പോവാം. അവര് വിചാരിക്കും കെട്ടരിഞ്ഞ് പോയതായിരിക്കും. അങ്ങനെ നടക്കുവോ? നടക്കും, ഞാനില്ലേ കൂടെ. നമ്മൾ നടത്തിയിരിക്കുവോ പുണ്ണി? അപ്പൊ താമസിക്കാൻ വേറെ വീട് നോക്കേണ്ട ആവശ്യമില്ല. ജയിലിൽ കിടക്കാമല്ലോ എല്ലാവർക്കും കൂടി. ജമാലെ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ എന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കരുത് കേട്ടോ. ആശ്രമത്തിന്റെ സാധനങ്ങൾ അറിയാണ്ട് കൊണ്ടുപോയ പോലീസുകാരും കൂട്ടി വരുവര്. പിന്നെ ആശ്രമക്കാരെ വിളിക്കുമ്പോ ഇങ്ങ് വരാണ്ടിരിക്കുമല്ലേ പോലീസുകാര്. ഓ ബലരാമേട്ടാ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. വാങ്ങിക്കോട്ടെ. നീ അല്ലേലും ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ നല്ല കാര്യം. അച്ഛൻ ഞാൻ അങ്ങോട്ട്. ശരി മക്കളെ. എന്താ ചെയ്യാന്നൊരു പിടുത്തം കിട്ടണില്ല. ടെൻഷൻ അടിക്കാതെ എന്തെങ്കിലും മാർഗം ഉണ്ടായി വരുമെന്നേ. അല്ല എന്നാലും സാറാമ്മ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോന്ന് നോക്കണം കേട്ടോ. പല വഴികളുണ്ട് എന്റെ തലയിൽ കൂടെ. ഇതിൽ ഏത് പ്രാക്ടിക്കൽ ആക്കണം എന്നുള്ളതാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്തേ? കഴിഞ്ഞ മാസമേ കുറെ സിനിമാക്കാരോട് വന്നില്ലയോ ഈ തറവാട് ഷൂട്ടിങ്ങിന് വേണമെന്ന് പറഞ്ഞു. അന്ന് വീട് കേടുവരും പറഞ്ഞിട്ട് സിനിമാക്കാർക്ക് ചേച്ചി കൊടുത്തില്ലല്ലോ തറവാട്. അന്നേ അവര് വളരെ സങ്കടപ്പെട്ടാണ് പോയത്. നീ അവരെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറയുമോ? എന്തിന്? അളിയൻ ഈ സമയത്ത് അഭിനയിക്കാൻ പോവാൻ നിൽക്കണോ? അഭിനയിക്കാനല്ല, പിന്നെ ഈ വീടിന് ഷൂട്ടിങ് കൊടുക്കാമല്ലോ. ഇനി മലയാള സിനിമയുടെ ഒരു ശാപം കൂടി ഇനി ഈ തറവാടിന് വേണ്ടല്ലോ. എന്റെ പൊന്നു ബലരാമേട്ടാ, അന്ന് ഈ തറവാട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ വേറെ ഏതൊരു തറവാട് ശരിയാക്കിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ തറവാട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ തറവാടിന്റെ മോഡൽ അവരെ വേറൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു ഷൂട്ടിംഗ് തുടങ്ങി കാണും. കുട്ടിലപ്പാട്ടോ? പിന്നെ സിനിമാക്കാർ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യൂല. അയ്യോ, ഇത് അന്ന് ആ സിനിമാക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ സിനിമയിലെങ്കിലും ഒറിജിനൽ കൊട്ടിലപ്പാട്ടൊന്ന് കാണായിരുന്നു. ഇനിയിപ്പോ ഇതിന്റെ സ്ഥിതി എന്താവോ? പങ്കു, ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം ഇല്ലാണ്ടാവല്ലേ, ഒക്കെ ശരിയാവൂന്ന്. അല്ല, ഞാനിപ്പോഴത്തെ സാഹചര്യം ആലോചിച്ചിട്ട് പറയണതാ. ഇവിടുന്ന് ഈ ശബ്ദം കേട്ടത് പുറത്തുനിന്നാ തോന്നുന്നു. എവിടാ? അല്ല, ഇതെന്താ പരിപാടി? ഇതെന്താ ഉത്തമ, ഇതെല്ലാം കൂടെ ജപ്തി ചെയ്തോണ്ട് പോവാണോ? അയ്യോ, ജപ്തിയൊന്നുമല്ല. ആശ്രമത്തിലെ സ്വാമിമാർ വന്ന് ഇതെല്ലാം പെറുക്കൊണ്ടുപോകണത് നല്ലതാണല്ലോ. നമ്മൾ കുടുംബക്കാർ കൊണ്ടുപോകണത്. എന്തോ ഇത് എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇതിനകത്ത് ഏതായാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇത് തുറന്നു നോക്കാൻ. എന്തുവായി കാണിക്കുന്നെന്ന്? കാരണവന്മാരുടെ പഴയകാല സ്വത്തുക്കളല്ലേ, അവരുടെ ഓർമ്മയ്ക്കായിട്ട് കുറച്ച് എനിക്കും ഇരിക്കട്ടെ. എന്നെ കൊന്നിട്ട് വേണം എടുക്കാൻ. അതല്ലെന്ന്, എന്റെ മുത്തച്ഛി ഉപ്പ് എടുത്ത ഭരണിയായത്. ഉത്തമ, നീ അത് എടുത്തോണ്ട് പോകുന്നതാണോ? അയ്യോ, ഉപ്പുവാങ്ങ ഞാൻ എടുത്തിട്ടില്ല. അതവിടെ കൊട്ടിയിട്ടിട്ടുണ്ട്. ഭരണി എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എനിക്ക് അതിനകത്ത് കുറച്ച് നൊസ്റ്റാൾജി ഉള്ളതാണ്. പണ്ടേ ചെറുപ്പത്തിലെ ഇതിനകത്തുനിന്ന് ഒരു മാങ്ങ എടുത്തെന്നും പറഞ്ഞ് ഇപ്പൊ സന്യസിക്കാൻ പോയ അമ്മായി ഉണ്ടല്ല, എന്നെ അപ്പുണ്ണിനെ എന്ത് തല്ല തല്ലിയേക്കണം അറിയാമോ? അതുകൊണ്ട് ഭരണി ഞാൻ തരില്ല. അല്ല, മരതകം ഒന്നും എടുത്തില്ലേ? മരതകം ഇല്ല പങ്കിയമ്മ, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഒരാളെങ്കിലും ഉണ്ടല്ലോ ആ തരത്തില്. പക്ഷെ ഞാൻ മുകളിലൊക്കെ ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കിയപ്പോ എനിക്ക് വിസറി മാതിരി ഒരു കണ്ണാടി കടിച്ചിരിക്ക്. അത് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, അതെന്റെ അപ്പൂപ്പന്റെ അറമള കണ്ണാടി ആയിരിക്കും. അത് നീ എടുത്തോണ്ട് പോവാന്നോ? അയ്യോ, ചത്തുപോയ അപ്പൂപ്പൻ ഇനി താഴെ വന്നിട്ട് ഈ കണ്ണാടി നോക്കിട്ട് മറുകൂത്താൻ പോവല്ലേ? അതെടുത്ത് വെച്ചില്ല. എന്റെ ബലരാമേട്ട, അവരെന്താന്ന് വെച്ചാ കൊണ്ടുപോയിക്കോട്ടെ. ഈ ലോകത്ത് ആരുടെ ഒന്നും സ്വന്തമല്ലല്ലോ, അതിനെ കൈമാറിക്കൊണ്ടേയിരിക്കും. എന്താ ഫിലോസഫി? അന്ന് ഞാൻ പറഞ്ഞിട്ടാ ബുദ്ധിയൊന്നും ഇല്ലാന്ന്. പക്ഷെ ഇപ്പൊ സെറ്റാ. അതെ, നിങ്ങൾക്ക് രണ്ടു ഈ വണ്ടി കയറി വരാൻ പറ്റില്ല. ജംഗ്ഷനിൽ പോയിട്ട് ഓട്ടോ വിളിച്ച് പുറകെ പോര്, ഞാൻ ഇതിൽ വരാം. ചെല്ലെന്ന പോട്ടെ.
70 രൂപയ്ക്ക് അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് മേടിച്ചതാ. ഇത് കാരണമാടെ അല്ല. ആ മക്കളെ ചെല്ലി. അതേ ഇവരെ വീട്ടിലിറക്കിയിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചു പോരും. ഒരു ലോഡും കൂടെ അടിക്കാണ്ട് കുറച്ച് സാധനം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയോ? എന്തോരം സാധനം കാരണവന്മാരുണ്ടാക്കിയിട്ടേക്കണം അവിടെ. അതെ അമ്മാവൻ വെറുതെ നിൽക്കുകയാണെങ്കിൽ ആ 12-10 സ്പാനർ എടുത്തിട്ട് ആ കട്ടിലൊന്ന് അഴിച്ചിടുവോ? നീ ഏത് കട്ടില്? താഴത്തെ മുറി കിടക്കുന്ന ആ ഈട്ടിയുടെ കട്ടിലില്ലേ? അല്ല മറ്റേ മോളിലുള്ള ആനക്കൊമ്പുള്ള കട്ടിലല്ലോ. അമ്മാവൻ എന്ത് വർത്താനം പറഞ്ഞത്? അത് നമ്മുടെ മുത്തശ്ശൻ കിടന്ന കട്ടിലല്ലേ? കട്ടിൽ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. കൊമ്പെല്ലാവരും ഞാൻ പെട്ടിയിലാക്കിയിട്ടുണ്ട്. 2 കൊമ്പ്. അപ്പൊ എന്നാ പോയിട്ട് വരാം. പിന്നെ നിങ്ങൾ രണ്ടുപേരും ചാടി ചാടി ഇന്ന കുറെ സാധനങ്ങൾ പെട്ടെന്ന് അഴിച്ചെടുക്കാം. ഓക്കെ. അത് ഈ വണ്ടിയുടെ കാശ് അമ്മാവൻ കൊടുക്കോ? വേണ്ട, ഞാൻ കൊടുത്തോളാം. അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ പോലെ തന്നെ ആയല്ലോടോ ഈ തറവാടിന്റെ കാര്യം. മൊത്തത്തിൽ എല്ലാത്തിനും ഒരുവിധം പിറക്കി പൂട്ടി കൊണ്ടുവന്നപ്പോ ഒക്കെ കൊഴിഞ്ഞു പോവാ. അതങ്ങനെ അല്ലേ വരുള്ളൂ പങ്കു. ഒരു കഷ്ടകാലം വരുമ്പോ സ്വന്തം നിഴല് പോലും കൂടെ ഉണ്ടാവില്ല. അപ്പൊ താനും എന്നെ വിട്ടു പോവോ? ഞാൻ എന്റെ കാര്യം അല്ല പറഞ്ഞത്, ബാക്കിയുള്ളവരുടെ കാര്യം. പങ്കിയമ്മ ആ എന്താ കുട്ടി, തറവാട്ടിന്ന് കൊഴിഞ്ഞു പോകുന്ന ആളുകളുടെ ഒഴുക്കൊക്കെ കുറഞ്ഞോ? ഇനി ആരെങ്കിലും പോവാണ്ടോ? നിങ്ങളിവിടെ പോയവരുടെ എണ്ണം എടുത്തിരിക്കല്ലേ? എല്ലാത്തിനും ഒരു കണക്ക് വേണല്ലോ. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണല്ലോ. അമ്മാവാ, ആശ്രമത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ഈ വീടും പറമ്പും അളക്കുമ്പോഴേ ഈ വേദാന്തം പറയണം കേട്ടോ. എന്റെ ഷാഹിന, നീ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഞാൻ എങ്ങനെ ചിന്തിക്കാതിരിക്കുന്ന അമ്മായി? സ്വന്തം കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ച് തീരാറായി നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം കുട്ടിയെ? അമ്മാവാ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കുറ്റപ്പെടുത്താന്ന് വിചാരിക്കരുത്. ഈ വീട്ടിൽ ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടെ ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടായത്. ഷാഹിന, കേൾക്കുമ്പോ അമ്മാവന് സങ്കടം തോന്നൊക്കെ എനിക്കറിയാം. അമ്മായി എന്തിനാ ഇങ്ങോട്ട് കെട്ടിക്കേറി വന്നേ? ഷാഹിന, ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. എനിക്ക് അമ്മായി ഭയങ്കര ഇഷ്ടമൊക്കെയാ. പക്ഷെ എങ്ങനെയാ ഞാൻ പറയാതിരിക്കുക? എന്റെ ഷാഹിന, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഈ തറവാട് ഒരാശ്രമത്തിലോട്ടും പോകാൻ പോകുന്നില്ല. ഇനി ഞാൻ അമ്മായിയെ വിശ്വസിക്കണമെന്ന് പറയുന്നേ? വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റുള്ളൂ. പങ്കുവിനോടും കൂടെ ഈ തറവാട്ടിൽ നിന്ന് ആരും എങ്ങോട്ടും ഇറങ്ങാൻ പോകുന്നില്ല, മനസ്സിലായല്ലോ? വെറുതെ സെന്റി അടിച്ചിരിക്കുക. ഇപ്പോഴും അമ്മയുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? അത് അത്ര പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കുന്നതിനല്ല മോളെ. എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ആ, കണ്ടാ മതി. അമ്മാവാ, വേറൊരു കാര്യം പറയാനുണ്ട്. എന്തേ? നാളെ രാവിലെ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിലേ ദോശക്കല്ല് പോയി വാങ്ങിച്ചിട്ട് വാ. അപ്പൊ ഇവിടുത്തെ ദോശക്കല്ലോ? ഇവിടുത്തെ ദോശക്കല്ല് അപ്പച്ചി ഉത്തമേണ്ണും പോയപ്പോ കൊണ്ടുപോയി. ദോശക്കല്ല് കൊണ്ടുപോയോ? ആന്നേ, ഏതോ അമ്മൂമ്മ ഉപയോഗിച്ച അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. വാങ്ങിച്ചേക്കണേ. പേര കത്തുമ്പോ എന്താണ് രാധാലക്ഷ്മി, കാര്യമായിട്ട് എന്തോ ആലോചനയിലാണല്ലോ? ഓ, ഓരോരുത്തരായിട്ട് ഇവിടുന്ന് പൊഴിഞ്ഞു പോകുന്നത് കാണുമ്പം വല്ലാത്തൊരു മനസ്സുഖം ഉണ്ടല്ലേ. ആ സുഖത്തിലങ്ങ് നിന്നുപോയതാ? അല്ല, ഭൂമി കുലുങ്ങിയാലും ആണവ ദുരന്തം ഉണ്ടായാലും ചാവാത്ത ചില പാറ്റകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നീ? അത്തരം ചില പാറ്റകള് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. ആ പാറ്റകളെ കൂടി തുരത്തി ഓടിച്ചാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. ഉടനെ തന്നെ അങ്ങനെയുള്ള പാറ്റകളൊക്കെ ഇവിടുന്ന് ഓടിക്കാനുള്ള ചില സ്റ്റെപ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്.
ആണോ? തിരുവനന്തപുരത്ത് പോയിട്ട് വാടക വീട് കിട്ടിയാ? ഓ, പങ്കീനം കൊണ്ട് തന്നെ ആയിരിക്കും തിരുവനന്തപുരത്തേക്ക് പോണുണ്ടാവുക അല്ലേ? ആ, അവിടെ ആവുമ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടേ ഈ ധർണയ്ക്കൊക്കെ തൊഴിലാളികൾ ആവശ്യം വരും. അപ്പൊ രണ്ടുപേർക്കും പോവാലോ, ഒരു വരുമാന മാർഗവുമായി. അതിന് ഞാൻ പോയത് തിരുവനന്തപുരത്തേക്കാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? തിരുവനന്തപുരത്തേക്കല്ലായിരുന്നോ? ഓ, അപ്പൊ തിരുപ്പതിയിലേക്കായിരിക്കും അല്ലേ? അല്ല, ഞാൻ പോയത് എടവപ്പാതിക്ക. പഴയ വാറ്റുരാധയുടെ ചരിത്രമൊക്കെ ഒന്ന് അന്വേഷിക്കാൻ. ഓ, എന്നിട്ട് അന്വേഷണം എവിടം വരെ ആയി? അന്വേഷണം നാഗർകോവിൽ വരെ എത്തി. നാഗർകോവിലോ? ഏത് നാഗർകോവില്? എനിക്കറിയുന്ന ഇന്ത്യയിലെ ഒരൊറ്റ നാഗർകോവിലേ ഉള്ളൂ. അന്ന് പോലീസ് വന്നപ്പോ നിങ്ങൾ നാഗർകോവിൽ പോയ കാര്യം എന്താ മറച്ചു വെച്ചത്? അങ്ങനെ പോലീസിനോട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. സാധാരണക്കാര് പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ പരോളിൽ ഇറങ്ങിയ ഒരു പ്രതിയാണ്. നിങ്ങൾ സംസ്ഥാനം വിട്ടു പോകുമ്പോൾ അത് പോലീസിന്റെ പെർമിഷനോട് കൂടി വേണം പോകാൻ. പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ള ഒറ്റ കാരണം മതി നിങ്ങളുടെ പരോൾ റദ്ദ് ചെയ്ത് നിങ്ങളെ വീണ്ടും ജയിലിലടയ്ക്കാൻ. എന്റെ പൊന്ന് ചേച്ചിയുടെ നാത്തൂനെ, ഞാൻ പോയത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ടാ. പിന്നെ എനിക്കറിയാലോ അത്. എടവപ്പാതിയിലെ അത്രേ ആൾക്കാരുടെ മുഴുവൻ കുറ്റവും സ്വയം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോകാനുള്ള വിശാല മനസ്കതയൊന്നും നിങ്ങൾക്കില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്റെ ഒരൊറ്റ ഫോൺ കോൾ മതി പോലീസ് ഇവിടെ വരാൻ. നിങ്ങൾ നാഗർകോവിൽ പോയതിന്റെ തെളിവൊക്കെ ഞാൻ പോലീസിന് മുമ്പിൽ നിരത്തിയാൽ ആ വന്ന പോലീസ് ജീപ്പിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ജയിലിലേക്ക് പോവാം. അപ്പൊ ഞാൻ എന്ത് വേണം? പോലീസിനെ വിളിക്കട്ടെ? എന്റെ പൊന്ന് സാറാ, കുഴപ്പിക്കല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. എന്ത് വേണമെങ്കിലും ചെയ്യും? അല്ല, എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം, ഞാൻ പോലീസിനെ വിളിക്കാം. അയ്യോ, അല്ല, ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ്. ആലോചിക്കാനൊന്നും സമയമില്ല. മനുഷ്യന്റെ സമയത്തിന് എന്താ വിലയില്ല. അങ്ങനെ ഉത്തരം പറയാൻ പറ്റുമോ? അങ്ങനത്തെ കാര്യമല്ലല്ലോ ഇത്. ഒരു മിനിറ്റ് പെട്ടെന്ന് പറ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. പോലീസിനെ വിളിക്കണം, പിടിച്ചു കൊടുക്കണം, ഒക്കെ എന്തൊക്കെ കാര്യം. നീ ഇങ്ങനെ പോലീസ് എന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഈ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ടെൻഷൻ അടിച്ചാൽ എനിക്ക് ആലോചന വരത്തില്ല. അതുകൊണ്ടാ, ചെറുപ്പം മുതലുള്ള ശീലമായതുകൊണ്ടാ സാറാ. പ്ലീസ് പെട്ടെന്ന് ആലോചിക്കാം. ടൈം സ്റ്റാർട്ട്സ് നൗ. അത് പിന്നെ പോലീസിനെ വിളിക്കട്ടെ? വേണ്ട, ഞാൻ ചെയ്യാം. വെരി ഗുഡ്. അപ്പൊ ഒരു കാര്യം ചെയ്, ഇപ്പൊ തന്നെ ആശ്രമത്തിലേക്ക് വിട്ടു. അയ്യോ, ആശ്രമത്തിലേക്കോ? സന്യസിക്കാനോ? എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് സന്യാസം. സന്യസിക്കാനല്ല, ആശ്രമത്തിൽ പോയി നാത്തൂനെ കണ്ട് പറയണം ഈ തറവാട് ആശ്രമത്തിന് വിട്ടുകൊടുക്കണ്ടെന്ന് പറയാം. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ പോയി. എന്നാ പിന്നെ ഞാൻ പോലീസിനെ വിളിക്കാം. അയ്യോ, അത് വേണ്ട. അതായത് പോലീസിനെ സമയം എടുക്കുന്നത്. നിക്ക്. ഞാൻ നിക്കല്ലേ, കണ്ടൂടെ? പ്ലീസ്, എനിക്ക് അറ്റാക്ക് വരും. പെട്ടെന്ന് പറ. അതായത് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഈ തറവാട് ആശ്രമത്തിന് കൊടുക്കുന്നില്ല എന്ന് പറയിപ്പിക്കണം. ഞാൻ തന്നെ പോയി പറയണം. അല്ല, ഞാൻ പറയൂല. അതെ. പോലീസിനെ വിളിക്കട്ടെ? വേണ്ട, ഞാൻ ആശ്രമത്തിലേക്ക് പോകണം. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. അപ്പോ ഇപ്പൊ തന്നെ ആശ്രമത്തിലേക്ക് വിട്ടോ കേട്ടോ. പിന്നെ നമ്മളിപ്പോ ഇവിടെ സംസാരിച്ച കാര്യമില്ലേ, അതിന് പുറത്ത് ആരും അറിയരുത്. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാ അത് വാറ്റുരാധയുടെ ഇമേജിനെ ബാധിക്കും കേട്ടോ. ആരോടും പറയല്ലേ. ഞാൻ ആരോടും പറയില്ല. പക്ഷെ നീ ആരോടും പറയരുത്. അയ്യോ, ഞാൻ പറയില്ല. അറിയാണ്ട് പറഞ്ഞു പോയാലോ? ഇല്ല, ഞാൻ പറയില്ല. എനിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഞാൻ പറയില്ല. ഡീൽ. എങ്ങാനും പുറത്തിറങ്ങ ജയില്, പരോള് റദ്ദാക്കല്. ഇല്ല, പറയില്ല. എടാ പുണ്യേ, ഇതെന്തെല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടാ. എന്താ പറയാമോ?
നമുക്ക് ഓ എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ എടാ കൊച്ചാലുമൂട് തറവാടിന്റെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് തീർത്തേച്ചേ ഒന്ന് വൃത്തിയാക്കി ഇടാൻ നിന്നോട് എത്ര കാലം കൊണ്ട് ഞാൻ പറയുന്നതാ. നീ എത്രയും പെട്ടെന്ന് ശരിയാക്കി എടുക്കണളിയാ. അല്ല കാശ് വല്ലതും വേണമെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി. അളിയൻ്റെ എവിടുന്ന കാശ്? അമ്മ 4 സെന്റ് വിട്ടിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതും പ്രതീക്ഷിച്ചിരിക്കുക. ആ 4 സെന്റ് വിറ്റ് കിട്ടുന്ന കാശ് അളിയൻ തന്നെ കയ്യിൽ വെച്ച കളിയാ. നാളെ വേറെ ആളുടെ അടുത്ത് കൈ നീട്ടണ്ടല്ലോ. അത് മാത്രല്ല അച്ഛാ, കൊച്ചാലമൂട്ടിലും അമ്മയ്ക്ക് അവകാശമുള്ളതാ. ഇനിയിപ്പൊ അതും ആശ്രമത്തിന് കൊടുക്കാൻ തീരുമാനിച്ച എന്താ ചെയ്യാ? അങ്ങനെയൊന്നും അങ്ങോട്ട് തീരുമാനിക്കില്ല. അങ്ങനെ തീരുമാനിച്ച ചേച്ചീനെ ആശ്രമത്തിൽ പോലും നിർത്തില്ല അവര്. അങ്ങനെ ഒരു സ്വഭാവമുള്ള ആൾക്കാരനെ നിർത്തും അവിടെ. അതൊന്നും പറയണ്ട. പിന്നെ അത് മാത്രല്ല, എനിക്ക് അവിടെ അവകാശമില്ലേ? എനിക്കൊരു അവകാശം ഉണ്ടല്ലോ. ഞാനും അവിടുത്തെ മകൻ തന്നെയല്ലേ. അതെ ആയിക്കോട്ടെ പങ്കിയാമ്മ. ഇപ്പൊ ഇവിടെയും എന്താ, ഇവിടെ അച്ഛന് അവകാശം ഇല്ലാഞ്ഞിട്ടോ? അതേമാതിരി അല്ലല്ലോ മക്കൾക്ക് ഉള്ള അവകാശം. അത് എനിക്ക് അവകാശം ഇല്ല. നിനക്കൊരു അവകാശം ഉണ്ട് അവിടെ. അപ്പൊ അമ്മാവനതിൽ ഉറപ്പൊന്നും ഇല്ലല്ലേ? ഉറപ്പില്ലാണ്ടല്ല, ചേച്ചിയായ കാരണേ എങ്ങനെയെന്ന് അറിയില്ലല്ലോ. അച്ഛാ ഞാനൊരു കാര്യം പറയാം. ആ 4 സെന്റ് ഭൂമി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് ടൂർ പോകണമെന്ന് മെനക്കെടുത്താ. നമുക്കൊരു വാടക വീടൊക്കെ എടുക്കണ്ട, അതിന് അഡ്വാൻസ് കൊടുക്കണം. മാസം മാസം വാടക കൊടുക്കണം. എന്നെ കൊണ്ട് ഒറ്റക്കൊന്നും പറ്റൂല. ഇനി ചിലപ്പോ അച്ഛൻ പണ്ടത്തെ പോലെ നാടകത്തിനൊക്കെ പോകേണ്ടി വരും. ഇവരിത് എന്തൊക്കെയായി പറയണേ? പിന്നെ കൊച്ചാലമ്മോട് അടിച്ചു വൃത്തിയാക്കണ എന്തിനാ? അതിപ്പോ അമ്മാവനൊരു ഉറപ്പില്ലല്ലോ. ഉറപ്പൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ അഥവാ നമ്മളൊക്കെ പിരിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാരും ഒത്തുകൂടണം കേട്ടോ. നമുക്കേ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കണം. അടുത്ത തലമുറ ബന്ധുക്കളെയും ബന്ധങ്ങളെയും ഒന്നും മറന്നു വരുന്നല്ലോ. അതിന് നമ്മളെ എവിടേക്കാനും പോണേ? എവിടെ പോവാണെച്ചാലും നമ്മൾ ഒരുമിച്ചല്ലേ പോവാ. അതൊന്നും പറയാൻ പറ്റില്ല അമ്മാവ. ഞാൻ ചിലപ്പം കുമാരിയുടെ വീട്ടിലായിരിക്കും, ഷാഹിനയുടെ വീട്ടിലേക്ക് പോകും. പിന്നെ അച്ഛനും അമ്മ എപ്പോഴേ അവിടെ ഒരു ബെഡൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്മാവിന് കൊച്ചാലം വീട്ടിലേക്ക് പോകില്ലേ? ഞാൻ ഒറ്റയ്ക്കാ? അല്ല സാറാമ്മ ഉണ്ടാവില്ലേ? സാറാമി ഞാനും അതൊക്കെ പറ്റില്ല. എല്ലാവരും ഉള്ളിടത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല. പുണ്യേ ആളില്ലാണ്ട് എങ്ങനെ പറ്റുക? അങ്ങനെയാണെങ്കിലേ നമ്മള് വലിയ വീട് നോക്കേണ്ടി വരും. ജമാല് പറഞ്ഞ മാതിരി വരിക്കാശ്ശേരി മനയൊക്കെ അതിനൊക്കെ 2 ലക്ഷം രൂപയൊക്കെയാണ് വാടക പറയണേ. നീ എന്ത് പൊട്ടത്തരൊക്കെ ഈ പറയണേ? കൊച്ചാലമൂട് വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ അല്ലേ താമസിക്കുക നമ്മളെല്ലാവരും കൂടിയിട്ട്? അത് മതി. അതിനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാം. അത്രേ ഉള്ളൂ. അല്ല അതന്നെയാണ് ആഗ്രഹം. എവിടെ പോവാച്ചാലും നമ്മൾ ഒരുമിച്ചാണ് പോവാട്ടാളിയാ. അല്ല ഞാൻ പറയണേ, അതാ നല്ലത്. ബലരാമേട്ടാ ഞാൻ ഇറങ്ങാം. കുഞ്ഞേച്ചി ഇപ്പൊ എവിടേക്കാ പോണേ? ഞാൻ എവിടേക്കാ പോണെന്ന് നിന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്തിനാ? അല്ല അങ്ങനെ പോയാലോ? ഈ തറവാട് ദാനം കൊടുക്കുന്ന സമയത്തെ സീതാലക്ഷ്മിയുടെ ഒരാളായിട്ട് നീ ഇവിടെ വേണ്ടല്ലാതെ. അതെല്ലാം വഴി അറിഞ്ഞോളും. എനിക്കിപ്പോ കൂടുതൽ വിശദീകരിക്കാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ പോവാ. അതെന്തൊരു പോക്കാ രാധാലക്ഷ്മി. കാര്യം ഉള്ളതുപോലെ പറഞ്ഞേച്ചു പോവും. എന്റെ വാ കൊണ്ട് തന്നെ പറയിപ്പിക്കണല്ലേ നിനക്ക് സാറാമേ? അതല്ലേ അതിന്റെ ഒരു ശരി. അതെ, തറവാട് തൽക്കാലം ആശ്രമത്തിന് എഴുതി കൊടുക്കാൻ പോകുന്നില്ല. തറവാട്ടിൽ നിന്ന് ആരും ഇറങ്ങി കൊടുക്കുകയും വേണ്ട. ആ കാര്യം ചേച്ചിയോട് നേരിട്ട് പോയി പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. കുഞ്ഞുമേ സത്യാണ് പറയണേ? ഞാൻ സ്വപ്നം കാണുന്നല്ലോ. സത്യാണ് പുണ്ണി, സത്യാണ്. നിനക്കിപ്പോ സമാധാനായല്ലോ. ഞാൻ ഇറങ്ങാ. കുഞ്ഞേച്ചി നിക്ക്, സ്റ്റാൻഡ് വരെ ഞാൻ കൊണ്ടാക്കി തരാം. ഇത്ര കാലം രാധ ജീവിച്ച ഒറ്റയ്ക്കാ. ഇനി അങ്ങനെ തന്നെ ജീവിക്കാൻ അറിയാം. ഒരാളുടെ കൂട്ടും എനിക്ക് ആവശ്യമില്ല. ശരിയെന്നാ. എന്ത് മായാജാലം കാണിച്ചാ സാറാമ്മേ രാധ ഇവിടുന്ന് ഓടിച്ചത്? എനിക്ക് എപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരൊക്കെ പറഞ്ഞിട്ടും തറവാട് ആശ്രമത്തിന് കൊടുക്കുന്ന പറഞ്ഞ് വാശിയിൽ നിന്ന് കുഞ്ഞമ്മയുടെ തീരുമാനം എങ്ങനെ മാറിയമ്മായി? എന്താ അത്ഭുതമായി കാണിച്ചമ്മായി? എന്താ എന്റെ രഹസ്യം? അതെ, രഹസ്യമൊക്കെ രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. അതേതായാലും ഞാൻ ആരോടും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അമ്മവ കുഞ്ഞമ്മ പിന്നെ ഇങ്ങോട്ട് തന്നെ വരുവോ?
വരണെങ്കി വരട്ടാ. കുഞ്ഞേച്ചിക്ക് നമ്മളൊക്കെ അല്ലാണ്ട് വേറെ ആരാളുള്ളത്? കുമാരി വീട് പോവില്ല കേട്ടോ. അതിനാ പറമ്പൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അച്ഛാ ആ 4 സെന്റ് വിൽക്കാനൊന്നും കണ്ടാട്ടോ. ഞാനേ ഈ വിവരം നന്ദിനി രമണിയോടും പറഞ്ഞിട്ട് വരാം. തറവാട് പോയാലും ആൾക്ക് കുഴപ്പമില്ല. ഈ തൊഴുത്ത് പോണ പ്രശ്നേ. കേട്ടോ സാറേ, ചേച്ചിയായിട്ട് സംസാരിച്ചിട്ട് കുഞ്ഞേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? തറവാട് ആശ്രമത്തിന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ വാശി പിടിച്ചു അത്രേ. പിന്നെ അവസാനം കുഞ്ഞേച്ചി പറയണ കേട്ടിട്ട് സമ്മതിച്ചു. ചെറുപ്പം മുതലുള്ള കോട്ടല്ലേ, കുഞ്ഞേച്ചി പറഞ്ഞ ചേച്ചിക്ക് അങ്ങനെ കണ്ട് തട്ടിക്കളയാൻ പറ്റില്ല. പങ്കു വിഷമിക്കണ്ട. നാത്തൂന്റെ ഈ പിണക്കൊക്കെ കുറച്ചു കാലത്തേക്കാ. അത് കഴിയുമ്പോ ഇങ്ങോട്ട് തന്നെ വരുമെന്നേ. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഈ വാശിക്കൊക്കെ പെട്ടെന്ന് അങ്ങടെ ആശ്രമത്തിന് തറവാടൊക്കെ കൊടുത്താൽ നമ്മളൊക്കെ പെട്ടുപോകും.